കണ്ണൂർ ഇരിട്ടി അയ്യപ്പൻകാവ് ചാക്കാട് മേഖലയിൽ കാട്ടാന. റോഡിലിറങ്ങിയ കാട്ടാനയെ വാഹനയാത്രക്കാർ കണ്ടത് ഇന്ന് പുലർച്ചെ. വനംവകുപ്പ് കാട്ടാനയെ ആർളം ഫാമിലേക്ക് തുരത്തി. മേഖലയിൽ ഇതിനു മുൻപും കാട്ടാനകൾ ഇറങ്ങിയിട്ടുണ്ടെന്ന് നാട്ടുകാർ. തൃശൂർ എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വെള്ളാറ്റഞ്ഞൂർ നഗർ നിവാസികളുമായി സംവദിച്ച് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഇളങ്കോ ആർ IPS. സംവദിച്ചത് അമല മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച നന്മ 2024 മെഡിക്കൽ ക്യാമ്പിന്റെ ഭാഗമായി. സമാപന ചടങ്ങിൽ കിറ്റ് വിതരണവും സംഘടിപ്പിച്ചു. രാജ്യത്ത് ജാതി സെൻസസ് നടപ്പാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കോട്ടയത്ത് വേലൻ സർവീസ് സൊസൈറ്റിയുടെ സുവർണ ജൂബിലി സമ്മേളനത്തിനിടെയാണ് പ്രസ്താവന. പ്രാതിനിധ്യം അനുസരിച്ചുള്ള സംവരണം നൽകണമെന്ന ഉറച്ച നിലപാടാണ് കോൺഗ്രസിനെന്നും പ്രതിപക്ഷ നേതാവ്. തൃശൂർ കാരമുക്ക് ശ്രീ ചിദംബര ക്ഷേത്രത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ 97ാമത് സമാധി ദിനം ആചരിച്ചു. ചടങ്ങിന്റെ ഭാഗമായി സമൂഹ പ്രാർത്ഥന, ഗുരുദേവ കൃതികളുടെ ആലാപനം, മഹാഗുരുപൂജ, ഉപവാസം തുടങ്ങിയ നിരവധി പരിപാടികൾ സംഘടിപ്പിച്ചു. തൃശൂരിൽ 14 കോടിയിലധികം രൂപ നിക്ഷേപ തട്ടിപ്പ് നടത്തിയ കേസിൽ ഒരു പ്രതിയെ കൂടി റിമാൻഡ് ചെയ്തു. റിമാൻഡ് ചെയ്തത് PG സ്വദേശി അനിൽകുമാറിനെ. ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തത് നേപ്പാൾ അതിർത്തി ഗ്രാമത്തിൽ നിന്നും. തൃശൂർ ചാലക്കുടിയിൽ കടമുറി വാടക സംബന്ധിച്ച തർക്കത്തിനിടെ കടയുടമയ്ക്ക് വെട്ടേറ്റത് എറണാകുളം സ്വദേശി മിൽട്ടണ്. വെട്ടിയത് മേലൂർ സ്വദേശി വർഗീസ്. വടിവാൾ വീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച വർഗീസിനെ നാട്ടുകാർ ചേർന്ന് കെട്ടിയിട്ടു. പ്രതി പോലീസ് കസ്റ്റഡിയിൽ. ജൂനിയർ NTR നായകനാകുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രം ദേവരയുടെ വിതരണാവകാശം സ്വന്തമാക്കി ദുൽഖർ സൽമാൻ. കേരളത്തിൽ ചിത്രം വിതരണം ചെയ്യുക ദുൽഖറിന്റെ വേഫെയറർ ഫിലിംസ്. കൊരട്ടല ശിവ സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ 1ാം ഭാഗം പ്രദർശനത്തിനെത്തുക ഈ മാസം 27-ന്.